ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ ഏക് ദിൻ കാ എന്നുള്ള കവിതയാണ് നോക്കുന്നത്. കവിയുടെ പേര് അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരി ഓദ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് കവിതയിലോട്ട് കിടക്കാം. मैं घमंडों में भरा एटा हुआ एक दिन जब था मुंडेरे पर खड़ा आ अचानक दूर से उड़ता हुआ एक तिनका आंख में मेरी पड़ा. അപ്പോ മേ ഘമണ്ടോ മേ ഭര ഏട്ടാ ഹുവ എന്ന് പറയുമ്പോൾ ഞാൻ, ഘമണ്ട് എന്ന് വെച്ചാൽ അഹങ്കാരം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത്, ഏട്ടാ ഹുവ, ഏട്ടനാന്ന് വെച്ച് കഴിഞ്ഞാലും അഭിമാനം നിറഞ്ഞ, അഹങ്കാരം നിറഞ്ഞ എന്നുള്ള അർത്ഥത്തിലാണ്. ഏക് ദിൻ ജബ് ഥ മുണ്ടേരെ പർ ഖട, ഒരു ദിവസം മുണ്ടേര എന്ന് വെച്ചാൽ പാരപ്പറ്റ്, ആ പാരപ്പറ്റിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, എങ്ങനെയാണ് നിന്നിരുന്നത്? അഹങ്കാരം നിറഞ്ഞിട്ട് നിന്നിരുന്ന സമയത്ത്. ആ അച്ചാനക് ദൂർ സെ ഉടുത്താ ഹുവ ഇക് തിൻക ആഖ് മേ മേരി പട. അപ്പോ അച്ചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ദൂർ സെ ദൂരെ നിന്ന്, ഉടുത്താ ഹുവ പറന്നുകൊണ്ട്, ഏക് തിൻക ആഖ് മേ മേരി പട ഒരു ചെറിയ പുല്ലിന്റെ കഷ്ണം, ഒരു പുൽനാമ്പ് എന്തുണ്ടായി? മേരി ആഖോ മേ പട എന്റെ കണ്ണിൽ വന്ന് വീണു. അപ്പോ എന്തുണ്ടായി? അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരുപാട് അഹങ്കരിച്ച് നിൽക്കുന്ന സമയത്ത്, ഒരു പാരപ്പറ്റിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചെറിയ പുൽകഷ്ണം വന്ന് എന്റെ കണ്ണില് വീണു. അപ്പൊ എന്താണ് ഉണ്ടായത്? मैं झिझक उठा हुआ बेचैन सा लाल होकर आंख भी दुखने लगी. അങ്ങനെ ഈ പുല്ലിന്റെ കഷ്ണം കണ്ണിൽ വീണപ്പോ എന്താണ് സംഭവിച്ചത്? മേ ജിജക് ഉഠ, അദ്ദേഹം പെട്ടെന്നൊന്ന് ഞെട്ടി. ഹുവ ബേചാൻസ, ബേചാൻ എന്ന് വെച്ചാൽ റെസ്റ്റ്ലെസ് ആവുക. അപ്പൊ അത്രയും നേരം ഉണ്ടായിരുന്ന പോലത്തെ ഒരു സമാധാനം ഇല്ല, ഒരു സുഖമില്ല, അതാണ് ബേചാൻ ഹോന എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. ലാൽ ഹോക്കർ ആഖ് ബി ദുഖ്നെ ലഗി, ലാൽ ഹോക്കർ ചുവന്നിട്ട്, ആഖ് കണ്ണ്, ബി ദുഖ്നെ ലഗി എന്ന് വെച്ചാൽ കണ്ണ് വേദനിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും ഒരു കരട് പോയി കഴിഞ്ഞാൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ കരട് വന്ന് കണ്ണിൽ വീണപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് റെഡ് കളറായി, എന്നിട്ട് കണ്ണ് വേദനിക്കാനും തുടങ്ങി. മൂഠ് ദേനെ ലോഗ് കപ്പിടെ കി ലഗേ ഏട്ട് ബിച്ചാരി ദബേ പാവും ഭാഗി. അപ്പോ മൂഡ് ദേനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചുരുട്ടുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അങ്ങനെ ആളുകള് എന്താണ്, കപ്പിട, പിന്നെ ഒരു പീസ് ഓഫ് ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഈ കരട് എടുത്ത് കളയാൻ വേണ്ടി ശ്രമിക്കുകയാണ് കണ്ണിൽ നിന്ന്. ആ സമയത്ത് എന്തുണ്ടായി? ഏട്ട് ബിച്ചാരി ദബേ പാവും ഭാഗി. ഭാഗന എന്ന് വെച്ചാൽ ഓടുക, ദബേ പാവും ഭാഗന എന്ന് വെച്ചാല് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ആരും അറിയാത്ത രീതിയിൽ ഓടുക എന്നുള്ളതിനെയാണ് ദബേ പാവും ഭാഗ്ന എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരാണ് അങ്ങനെ ആരും അറിയാത്ത പോലെ പതുക്കെ ഓടിപ്പോയത്? ഏട്ട്, അഹങ്കാരം. അപ്പോ ഞാനെല്ലാമാണ്, എനിക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തില് ഒരു ചെറിയ പുൽനാമ്പ് കണ്ണിൽ വന്ന് വീണപ്പോഴത്തേനും അതിന് വരെ മറ്റുള്ളവരുടെ സഹായം ആവശ്യം വന്നു. അങ്ങനെ ഒരു ഘട്ടത്തില് അഹങ്കാരം ആരും അറിയാതെ പതുക്കെ മിണ്ടാണ്ട് അവിടുന്ന് ഓടിപ്പോയി എന്നാണ് പറയുന്നത് രണ്ടാമത്തെ സ്റ്റാൻസയില്. ജബ് കിസി ഡബ് സെ നിക്കൽ തിൻകാ ഗയാ तब समझ ने यूं मुझे ताने दिए एटता तू किस लिए इतना रहा एक तिनका है बहुत तेरे लिए. അപ്പോ ആദ്യത്തെ ലൈനിൽ എന്താ പറയുന്നത്? ജബ് കിസി ഡബ് സെ നിക്കൽ തിൻക ഗയ, ജബ് എപ്പോഴാണോ, കിസി ഡബ് സെ എങ്ങനെയൊക്കെയോ, നിക്കൽ തിൻക ഗയ, നിക്കൽനാന്ന് വെച്ചാൽ പുറത്തു പോവുക, തിൻക ആ കരടിനെയാണ് പറയുന്നത്. അപ്പോ എങ്ങനെയൊക്കെയോ ആ കണ്ണിൽ നിന്ന് ആ കരട് പുറത്തു പോയപ്പോൾ, തബ് സമജ് നെ യോ മുജെ താനെ ദിയെ, സമജ് എന്ന് വെച്ചാല് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ വിവേകം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എന്താണ്, എന്റെ വിവേകം എന്നെ കളിയാക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ എന്നോട് ചോദിച്ചു. താനാ ദേനാന്ന് വെച്ചാൽ അങ്ങനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നതിനെയാണ് പറയാ. ഏട്ടാ തൂ കിസ് ലിയെ ഇത്തന രഹ ഏക് തിൻകാ ഹെ ബഹുത് തേരെ ലിയെ. അപ്പൊ നിനക്ക് എന്ത് കാര്യത്തിന്റെ അഹങ്കാരമായിരുന്നു? ഈ കരടൊന്ന് കണ്ണിൽ വീഴുന്നത് വരെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ അഹങ്കാരം എന്ന് എന്റെ വിവേകം എന്നോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ കവി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പോയിന്റില് ഈ ഒരു തിൻക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് ആൾക്കാർ കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ അഹങ്കരിച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ണിലൊരു കരട് പോയപ്പോ അതിന് വരെ മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണ്ടി വന്നു. അപ്പോ അവസാനം ആ കരട് കണ്ണിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കളഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമജ്, വിവേകം അദ്ദേഹത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഒരു കരട് കണ്ണിൽ പോയാൽ പോലും ഒറ്റയ്ക്ക് അത് എടുത്തു കളയാൻ പറ്റാത്ത നീയൊക്കെ എന്തിനാണ് അഹങ്കരിച്ചിരുന്നത്? ഇതിനൊക്കെയാണോ നീ അഹങ്കരിച്ചത്? ഇത്രയും സ്ട്രെങ്തേ നിനക്ക് ഉണ്ടായിരുന്നുള്ളൂ, നിനക്ക് എന്ത് കാര്യത്തിന്റെ അഹങ്കാരമായിരുന്നു എന്നുള്ള രീതിയിൽ എന്റെ മനസ്സ് തന്നെ, എന്റെ സമജ് തന്നെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു
കാര്യത്തിലും നമ്മൾ അഹങ്കരിച്ചിട്ട് കാര്യമില്ല. പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മളുടെ കഴിവുകളും അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യവും നമ്മളെ ഹെൽപ്പ് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കണ്ട ആളുകൾ ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ ഹെൽപ്പിന് വരുന്നത്. ആ പോയിന്റിലാണ് അയ്യോ ഞാൻ ഇത്ര അഹങ്കരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരിക എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരെയും കുറച്ച് കാണരുത് എന്നുള്ളതാണ്. അപ്പോ ഇനി നമുക്ക് കവിനെ കുറിച്ച് നോക്കാം. അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയോദ്. അദ്ദേഹം 15 ഏപ്രിൽ 1865 ഉത്തർപ്രദേശിലാണ് ജനിച്ചത്. 16 മാർച്ച് 1947 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ കൃതിയായിട്ടുള്ള പ്രിയ പ്രവാസാണ് ഖടി ബോലിയിലെ ആദ്യത്തെ മഹാകാവ്യമായിട്ട് കരുതപ്പെടുന്നത്. ഖടി ബോലി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സാഹിത്യ ഭാഷയാണ്, അച്ചടി ഭാഷ എന്ന് നമ്മൾ പറയുന്ന. അങ്ങനെ ഹിന്ദിയിൽ പലതരം ഭാഷകളിൽ ആളുകൾ കൃതികൾ രചിക്കും. ചിലപ്പോഴൊക്കെ അവരുടെ അതാത് സംസ്ഥാനങ്ങളിലെ ഭാഷകൾ ഉണ്ടായിരിക്കുമല്ലോ. ഈ കവികളുടെ മാതൃഭാഷയുടെ ഒരു ഇൻഫ്ലുവൻസ് പലപ്പോഴും ഇവരുടെ ഹിന്ദി റൈറ്റിംഗിൽ വരാറുണ്ട്. പക്ഷെ ഖടി ബോലി എന്ന് പറയുമ്പോൾ പ്രോപ്പർ സാഹിത്യത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ് ഉദ്ദേശിക്കുന്നത്. കാവ്യ കെ സാത്ത് ഹി ഉൻഹോനെ ഗദ്യ വിധാ മേ ഭി മഹത്വപൂർണ്ണ യോഗ്ദാൻ ദിയാ ഹെ. അപ്പൊ അദ്ദേഹം പദ്യത്തിൽ മാത്രമല്ല ഗദ്യത്തിലും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. വൈദേഹി വൻവാസ്, രുക്മിണി പരിണയ് ആദി ഉൻകി പ്രമുഖ രചനായി ഹെ. വൈദേഹി വൻവാസ് അതുപോലെ തന്നെ രുക്മിണി പരിണയൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കൃതികളാണ്. വേ പ്രിയ പ്രവാസ് കെ ലിയെ മംഗല പ്രസാദ് പാരിതോഷിക് സെ സമ്മാനിത് കിയേ ഗയേ ഥേ. അപ്പോൾ അദ്ദേഹത്തിന്റെ കൃതിയായിട്ടുള്ള പ്രിയ പ്രവാസിന് മംഗള പ്രസാദ് പാരിതോഷികം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയാണ് റൈറ്ററിനെ കുറിച്ച് പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കമന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.